സ്റ്റുഡിയോയിലെത്തുന്ന മഹിമ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ശ്രീകാന്തിനെയും പ്രിയനെയും കണ്ട വിവരം വർഷയോട് പറയുകയും അവളുടെ പെരുമാറ്റം എനിക്ക് ശരിയായി തോന്നുന്നില്ലെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന വർഷ മഹിമയോട് ദേഷ്യപ്പെടുകയും എനിക്കെൻ്റെ ശ്രീകാന്തിനെ വിശ്വാസമാണെന്നും പറയുന്നു. പിന്നീട് പാട്ട് കേട്ടിരിക്കുന്ന ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന വർഷ ഈ പാട്ട് കേട്ടിരിപ്പൊന്നും നേരത്തെ ഇല്ലായിരുന്നല്ലോ എന്നും നിനക്ക് നല്ല മാറ്റമുണ്ടെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. തുടർന്ന് മഹിമേനെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ട വിവരം ശ്രീകാന്ത് പറയുന്നു. ശേഷം ദേഷ്യം വരുന്ന വർഷ ശ്രീകാന്തിനെ തലമണ വെച്ച് അടിക്കുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന സച്ചിയും രേവതിയും കാര്യം തിരക്കുകയും നീ ഇവളെ വേദനിപ്പിച്ചോ എന്ന് ചോദിച്ച് സച്ചി ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് കാര്യങ്ങളുടെ പോക്ക് നോക്കിയിട്ട് ഞാൻ കാര്യം പറയാമെന്നും അപ്പോൾ ആവശ്യമാണെങ്കിൽ 2 കൊടുത്താൽ മതിയെന്നും വർഷ സച്ചിയോട് പറയുന്നു. ശേഷം കാര്യം എന്താണെന്ന് അറിയാതെ ശ്രീകാന്ത് ടെൻഷൻ അടിക്കുന്നു. പിന്നീട് ഷോപ്പിൽ കിടന്നുറങ്ങുന്ന ശ്രുതിനെ ശ്രുതി വഴക്കു പറയുന്നു. ഇതേ സമയം അവിടേക്ക് ഒരു കസ്റ്റമർ എത്തുകയും ശ്രുതിക്ക് 7 ലക്ഷം രൂപയുടെ ഒരു വലിയ ഓർഡർ കൊടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഞാനൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ നറുക്കെടുപ്പ് 7-ാം തീയതിയാണെന്നും അതിൻ്റെ 1ാം സമ്മാനമായ 5 കോടി രൂപ എനിക്ക് അടിക്കുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ടെന്നും ലോട്ടറി അടിക്കുന്നതിന് പിറ്റേ ദിവസം ഞാൻ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊള്ളാമെന്നും കസ്റ്റമർ പറയുന്നതോടെ ശ്രുതി അയാളോട് ദേഷ്യപ്പെടുകയും അയാളെ ഇറക്കി വിടുകയും ചെയ്യുന്നു. ഇതേ സമയം അവിടെ എത്തുന്നൊരു പെൺകുട്ടി ശ്രുതിക്ക് കൊടുക്കാനുള്ള ലെറ്റർ പൈലീനെ ഏൽപ്പിക്കുന്നു. ശേഷം പൈലി കൊടുക്കുന്ന ലെറ്റർ വാങ്ങുന്ന ശ്രുതി ക്ഷേത്രത്തിൽ അയാൾ ഉണ്ടെന്നും നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാമെന്നും ഇന്ന് തന്നെ ഞാൻ അയാളുടെ കഥ കഴിക്കുമെന്നും പറഞ്ഞ് ശ്രുതിനെയും പൈലീനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അതോടെ നവീൻ സത്യങ്ങൾ പറയുമോ എന്നോർത്ത് ശ്രുതി ടെൻഷൻ അടിക്കുന്നു. ശേഷം ക്ഷേത്രത്തിലെത്തുന്ന ശ്രുതി അവിടെ സന്യാസിയുടെ വേഷത്തിലിരിക്കുന്ന നവീനെ കണ്ട് ഞെട്ടിപ്പോകുന്നു. തുടർന്ന് ഏതോ വലിയ സ്വാമിയാണതെന്ന് പറഞ്ഞ് ശ്രുതി നവീൻ്റെ അടുത്ത് എത്തുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നു. തുടർന്ന് ശ്രുതിനെ നോക്കി ഇവർ നിങ്ങളുടെ ഭാര്യയാണോ എന്ന് ചോദിക്കുകയും കല്യാണി കല്യാണി എന്ന് നവീൻ പറയുകയും ചെയ്യുന്നു. തുടർന്ന് തൻ്റെ കള്ളത്തരങ്ങൾ ശ്രുതി അറിയുമോ എന്നോർത്ത് ടെൻഷൻ അടിക്കുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.